ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രാജമ്മ കറിയാണ് കേട്ടോ. സാധനങ്ങളൊക്കെ തീർന്നു. അപ്പം ഇനിയിപ്പോൾ രാജമ്മ പയർ അതുപോലെ 2-3 പയറുകളൊക്കെ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ ഈ രാജമ്മ പയർ എടുത്തിട്ട് വെള്ളത്തിലിട്ട് അപ്പോൾ കുതിർത്ത് വെച്ച പയർ ഇതുപോലെ ഒന്ന് എടുത്ത് നന്നായിട്ട് കഴുകി അതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വിസിലടിക്കാൻ വേണ്ടി അടുപ്പത്തങ്ങ് വെച്ചു. അതിനുശേഷം ഞാൻ അതിനകത്തേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ. അരമുറി തേങ്ങ എടുത്ത് ഒന്ന് വറുത്തെടുക്കുക. നന്നായിട്ട് വറന്ന് കിട്ടണം കേട്ടോ. തീ ഒന്ന് കുറച്ചിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഒരേ ലെവലിൽ തന്നെ നമ്മൾ ചിരവി എടുത്തില്ല, ഈ ചെറിയ ചെറിയ തേങ്ങകളൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഒരേ ലെവലിൽ തന്നെയാണ് ചിരണ്ടി എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തു. 2-3 വറ്റൽമുളക് ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ. എന്നിട്ട് കുറച്ച് മല്ലിയും കൂടി ഇട്ട് കൊടുത്തു. മല്ലിയിലല്ലോ കേട്ടോ, മല്ലി കൂടി ഞാനൊരു ഇച്ചിരി ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പം ചാച്ചന് വിട്ടിട്ടുണ്ട്, ഞാൻ ചാച്ചൻ്റെ അടുത്ത് സംസാരിക്കുക കേട്ടോ. അങ്ങനെ വറുത്തൊക്കെ കൊടുത്തു. അതിനി ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഞാൻ അരയ്ക്കണം. ഇത്രയേ ഉള്ളൂ ഞാൻ മസാല ഇടുന്നുള്ളൂ കേട്ടോ. സാധാരണ ഞാനിങ്ങനെ കറിയൊന്നും ആക്കാറില്ല, തോരൻ വയ്ക്കാറാണ് പതിവ്. പക്ഷെ ഇന്നൊരു വെറൈറ്റിക്ക് പുട്ടാണെന്ന് രാവിലെ. അപ്പോൾ ഞാൻ പുട്ടിനും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ കറിയാക്കുന്നത് കേട്ടോ. ചോറിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി വെച്ചപ്പോൾ. അപ്പോഴത്തേക്ക് നമ്മൾ കുക്കറിൽ വെച്ചിരിക്കുന്ന രാജമ്മ വെന്തിരുന്നു കേട്ടോ. അപ്പം ഞാനൊന്ന് തണുവിച്ച് കഴിഞ്ഞ് ആ പ്രഷറൊക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാട്ടോ കടുകിട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തില്ല. ഇന്നലെ കുറച്ച് മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ തക്കാളിയും സവാളയും പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിരുന്നു. കുറച്ച് ഇഞ്ചിയും പിന്നെ 2-3 തണ്ട് വേപ്പിലും എല്ലാം അരിഞ്ഞ് ഇന്നലെ വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് അതിനകത്ത് മീനില്ല, 5-6 കഷ്ണം മീനേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ മടി കാരണം പിന്നെ കറി ആക്കിയില്ല, അത് വറക്കുക ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടി അരിഞ്ഞ് വെച്ചിരുന്ന സവാളയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതെടുത്തിട്ട് നേരെ ഞാൻ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ ഇട്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ തക്കാളി, സവാള, പിന്നെ 2 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് ഇതിനകത്തോട്ട് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുത്തു. ഒരു പേസ്റ്റ് പോലെ ആയിട്ടോ, മുരിഞ്ഞല്ല, ഒരു ചെറിയ പേസ്റ്റ് പോലെ അങ്ങായി. ഇങ്ങനെ വയറ്റി കൊടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോൾ തൊട്ടടുത്ത അടുപ്പിൽ ഞാൻ കുടിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. സാധാരണ ഇവിടെ ഞങ്ങൾ ഉപയോഗിക്കുന്ന മിനറൽ വാട്ടറാണ്. പക്ഷേ എനിക്കത് അത്ര എപ്പോഴും കുടിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ സ്വാദമൊന്നും അത്ര ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അതുകൊണ്ട് ഇന്ന് ഞാനൊരു വെറൈറ്റി ആവട്ടെ വിചാരിച്ച് ഞാനൊരു പൊടിയൊക്കെ ഇട്ടിട്ട് കുറേ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് എന്തോ ഒരു പൊടിയാണ്, നല്ല സ്മെല്ലുണ്ടായിരുന്നു. അത് അങ്ങാടിക്കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചാട്ടോ. അതും കൂടി ഇട്ടിട്ട് ഞാൻ വെള്ളമാക്കി. അപ്പോൾ അതാണ് അവിടെ ഇരിക്കുന്നത്, അത് തിളച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് ഇതൊക്കെ നന്നായി വാടി കിട്ടി ഞാൻ ഈ ഇട്ട തക്കാളി സവാളയൊക്കെ കേട്ടോ. ഇനി ഒന്നുമില്ല, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ രാജമ്മ പയറിലോട്ട് ഇതും കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ അരപ്പുണ്ടല്ലോ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്നുകൂടെ ചൂടാക്കി എടുക്കുക. അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഒരു തട്ടിക്കൂട്ട് രാജമ്മ കറിയാണ്, വേറെ ഒന്നുമില്ല, വലിയ അലങ്കാരങ്ങളൊന്നുമില്ല. എളുപ്പത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ബാച്ചിലറായിട്ട് നിൽക്കുന്നവർക്കോ അതല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോണവർക്കൊക്കെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇതിലാവുമ്പോൾ അധികം സമയം ചിലവാക്കണ്ട. പിന്നെ ഒത്തിരി മസാലകളൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല, അത് തന്നെ ഏറ്റവും നല്ലത്. ഒത്തിരി മസാലകൾ ആഡ് ചെയ്യുമ്പോഴും എപ്പോഴും നമുക്കതൊന്നും നല്ല ഹെൽത്തി ഫുഡല്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കിപ്പോൾ കുറച്ച് നാളായിട്ട് മസാലകൾ ഒത്തിരി അങ്ങ് കഴിക്കുമ്പോൾ എന്തോ പോലെയൊക്കെ വയറിന്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് വെച്ച് കഴിക്കാറുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് ട്രൈ ചെയ്യണേ. എൻ്റെ കുഞ്ഞ് ഉറങ്ങുമ്പോഴാട്ടോ ഞാൻ ഇതുപോലെയുള്ള പണികളൊക്കെ ചെയ്യുന്നത്. അതിന് ശേഷം വേണം കുറച്ച് ഹെയർ കെയറും ഫേസ് കെയറും ഒക്കെ ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഒരുപാട് ഫേസും ഹെയറൊക്കെ ഒത്തിരി നോക്കാറുണ്ട് കേട്ടോ. ഇപ്പം നാട്ടിലൊക്കെ ഭയങ്കര മഴയും വെള്ളപ്പൊക്കമാണെന്നൊക്കെ കേട്ടു. ഞാൻ അതെല്ലാം ന്യൂസിൽ കാണുന്നുണ്ട് കേട്ടോ. എല്ലാവരും സേഫായിട്ട് ഇരിക്കണം കേട്ടോ. മഴയത്തൊന്നും ഇറങ്ങി ആരും പനിയൊന്നും പിടിപ്പിക്കരുതേ. മഴയത്ത് ഇപ്പോൾ കുറേ അസുഖങ്ങളും വരുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും സേഫായിട്ട് ഇരിക്കണേ. പിന്നെ നിങ്ങൾ എവിടെ ഇരുന്നാൽ ഈ വീഡിയോ കാണണേന്ന് ഒന്ന് പറയണേ. ഏത് ജില്ലക്കാരാണ്, എവിടെയൊക്കെ ഇരുന്നിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്ന് എനിക്കൊന്ന് കമൻ്റ് ഇടണേ.
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ. എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കണേ.